നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് കിരാത ശിവൻ അല്ലെങ്കിൽ കിരാതമൂർത്തി, ഒരുപക്ഷേ ചില ഭാഗങ്ങളിൽ വേട്ടൈക്കരൻ എന്നു പറയുന്ന ശിവന്റെ കിരാത രൂപത്തിലുള്ള മൂർത്തിയുടെ മന്ത്രവും അതിന്റെ മന്ത്രസിദ്ധിയെക്കുറിച്ചുമാണ് പറയുന്നത്. വേട്ടൈക്കരൻ എന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഏവർക്കും അറിയാവുന്ന ഒരു ഭാവത്തിലുള്ള ശിവനാണ്. അതുമാത്രമല്ല, കേരളത്തിലുള്ള പല ബ്രാഹ്മണ കുടുംബങ്ങളുടെയും നായർ കുടുംബങ്ങളുടെയും പരദേവതയാണ് വേട്ടൈക്കരൻ. കാരണം അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ത്വരിതാദേവി, അതായത് കിരാത പാർവതിയുടെ കൂടെ തന്നെ കിരാത രൂപത്തിൽ വന്ന ശിവൻ, അർജുനന്റെ തപസ്സിന്റെ അവിടെ അർജുനെ പരീക്ഷിക്കാനായി വന്ന സമയത്തുള്ള ശിവന്റെ ആ ഭാവത്തിനെയാണ് വേട്ടൈക്കരൻ എന്നോ അല്ലെങ്കിൽ കിരാത മൂർത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്ന് ആ കഥയിൽ അർജുനുമായിട്ട് യുദ്ധമുണ്ടായെന്നും വില്ല് കൊണ്ട് വേട്ടൈക്കരൻ നെറ്റി മുറിഞ്ഞെന്നും അങ്ങനെയൊക്കെ പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട്. അതുപോലെ ഏറ്റവും പ്രശസ്തമായ നമ്മുടെ വടക്കൻ നാഥൻ, അവിടുത്തെ മൂർത്തിയും വേട്ടൈക്കരൻ തന്നെയാണ്. പരശുരാമൻ സ്ഥാപിച്ചതെന്നും ഒക്കെ പല ഐതിഹ്യങ്ങളുണ്ട്. ഈ ശിവന്റെ തന്നെ ഏറ്റവും ഉഗ്രമായ ഒരു ഭാവമാണ് വിളിച്ചാൽ വിളിപ്പുറത്ത്, അതായത് പലരുടെയും പരദേവതയായി വെച്ചിരുന്നു. അത് ഒരു കാലത്ത് എല്ലാ സമൃദ്ധികളും ശത്രുക്കൾക്ക് എതിരെ ഉള്ള പടയോട്ടങ്ങളിലും ഒക്കെ വിജയിക്കാനായിട്ട് കൂട്ടുനിന്നിരുന്ന മൂർത്തിയായിരുന്നു വേട്ടൈക്കരൻ. അതുപോലെ തന്നെ വേട്ടയ്ക്കൊരു മകൻ എന്നൊരു മൂർത്തിയുണ്ട്. അത് കിരാതസൂനു അങ്ങനെയൊക്കെ പറയും. അത് വ്യത്യാസമാണ്. അതൊരിക്കലും ഈ വേട്ടൈക്കരൻ അല്ല. അത് ബാലുശ്ശേരിക്കോട്ടയിലുള്ള വേട്ടയ്ക്കൊരു മകൻ എന്നുള്ളത് വേറെ ഒരു തന്നെ ഒരു മൂർത്തിയാണ്. വേട്ടൈക്കരനാണെന്ന് അത് പലരും സംശയിച്ച് തെറ്റിദ്ധരിക്കുന്നുണ്ട്. വേട്ടൈക്കരൻ കിരാത ശിവനാണ്. ശിവന്റെ മൂലമന്ത്രവും ധ്യാനവും പറയുന്നു. ആദ്യമായി ഋഷി ഛന്ദസ് ദേവത പറയുന്നുണ്ട്. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ കിരാതരുദ്രോ ദേവത ധ്യാന ധാരാധരശ്യാമളാംഗം ക്ഷുരികജാവതാരിണം കിരാതവൗഷം വന്ദേ കരാകലിത കാർമുകൻ. അതായത് മേഘത്തിന്റെ നിറമുള്ളവരും ചുരികയും അതുപോലെ വില്ലും ധരിച്ച് കിരാതഭാവത്തിൽ നിൽക്കുന്ന ശിവനെ വന്ദിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി മൂല. ഓം ഹ്രീം നമഃശിവായ കിരാതബപുഷേ നമഃ. ഇങ്ങനെയാണ് മൂലമന്ത്രം. ഇത് പൊതുവെ അധികം ആർക്കും അറിയെങ്കിലും താന്ത്രികത്തിൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രതിഷ്ഠയായിട്ടും ഒക്കെയുള്ള ഒരു ശിവന്റെ തന്നെ കിരാതഭാവത്തിൽ ആരാധിക്കുന്ന മൂർത്തിയാണ്. ഇനി എങ്ങനെ സിദ്ധി നേടാം എന്നാൽ, വ്രതത്തോടെയും ധ്യാനത്തോടെയും കൂടി 1,00,000 ഈ മന്ത്രം ജപിച്ച് നെയ്യിൽ കുഴച്ച എള്ളുകൊണ്ട് 10,000 ഹോമിച്ച് പിന്നെ പൂജിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി. 1008 ജപിച്ചാൽ മന്ത്രബലവും വരും. അത് നിത്യൻ കുളിച്ച് ഭസ്മധാരണമൊക്കെ ചെയ്ത് ശിവനെ എങ്ങനെയാണോ ധ്യാനിക്കുന്നത് അതേ ഭാവത്തിൽ ധ്യാനിച്ചാൽ ഈ മൂർത്തിയും പ്രസാദിക്കുന്നതാണ്. പിന്നീട് ഈ ബാധാഉച്ചാടനത്തിനും അല്ലെങ്കിൽ ആഭിചാരനാശത്തിനും ഒക്കെ കടലാടിയും കൊന്നയും പഞ്ചഗവ്യത്തിൽ മുക്കി, അതായത് പഞ്ചഗവ്യം 5 പശുവിന്റെ പാല്, നെയ്യ് തുടങ്ങിയവെല്ലാം ചേർത്തുണ്ടാക്കുന്ന പഞ്ചഗവ്യത്തിൽ മുക്കി കൃഷ്ണ പഞ്ചമി ദിവസം രാത്രി 1000 വീതം ഹോമിച്ചാൽ എല്ലാ ആഭിചാര ശുദ്ര അതേപോലെ മൂർത്തി ബാധകളും എല്ലാം അതിന്റെ നിഗ്രഹം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അത് ഒഴിച്ചു മാറ്റിയാൽ അതിനെ നിഗ്രഹിക്കും എന്നാണ് പറയുന്നത്. കാരണം ഉഗ്രമായ ഒരു മൂർത്തി ഭാവമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു മൂർത്തിയുമാണ് വേട്ടൈക്കരൻ. അതുപോലെ ഇനിയും ഉള്ള വീഡിയോയിൽ വേട്ടയ്ക്കൊരു മകന്റെ മന്ത്രവും അതിന്റെ കഥകളും ഐതിഹ്യങ്ങളും പറയുന്നതാണ്. നമസ്കാരം.